നമസ്കാരം. എല്ലാവർക്കും അനിൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ ആറാട്ടുപുഴ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും കാഴ്ചകളെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. 3000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. പുരാതനവും പ്രശസ്തവുമായ ദേവമേള നടക്കുന്നത് ഇവിടെയാണ്. ആദ്യകാലത്ത് ദ്രാവിഡ ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് 8-ാം നൂറ്റാണ്ടിലാണ് ഇത് ഹിന്ദു ക്ഷേത്രമായി എന്നും പറയപ്പെടുന്നു. അയ്യപ്പനാണ് പ്രധാന പ്രതിഷ്ഠ. എല്ലാ ദേവതകളുടെയും ദൈവിക സാന്നിധ്യം ഇവിടുത്തെ പ്രതിഷ്ഠകളിൽ ഉണ്ടെന്നാണ് വിശ്വാസം. പെരുവനം ഗ്രാമത്തിലെ 108 ദേവീദേവന്മാരുടെ സംഗമ ഭൂമിയായിരുന്നു ആറാട്ടുപുഴ. ദേവമേളയിൽ 23 ദേവീദേവന്മാർ പങ്കെടുക്കുന്നുണ്ട്. ആറാട്ടുപുഴ പൂരത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാറപ്പനാണ്. തൃപ്രയാറപ്പൻ തൻ്റെ ഗുരുനാഥനെ കാണാൻ വരുന്നതാണ് ആറാട്ടുപുഴ പൂരം എന്നാണ് ഐതിഹ്യം. പരബ്രഹ്മസ്വരൂപികളായ 33 ദേവതകൾക്ക് പുറമെ യക്ഷകിന്നര ഗന്ധർവന്മാരും ആറാട്ടുപുഴ പൂരത്തിന് എത്തുന്നു എന്നാണ് വിശ്വാസം. ചുറ്റും ഗ്രാമഭംഗിയാൽ സമ്പന്നമായ ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രോത്സവം എന്നാണ് പറയപ്പെടുന്നത്. ചടങ്ങുകളും കാഴ്ചയിലെ പ്രൗഢിയും കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായി ആഘോഷിക്കപ്പെടുന്നു. 2000-ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് എന്നാണ് വിശ്വാസം. ഇത് ഇടയ്ക്ക് വെച്ച് നിലച്ചുപോയെങ്കിലും 1400 വർഷമായി നടത്തപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആറാട്ടുപുഴ പൂരത്തിൻ്റെ വെളിച്ചെണ്ണയിൽ 100 തൃശ്ശൂർ പൂരം നടത്താമെന്നും ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. മീനമാസത്തിൽ വെച്ച് നടക്കുന്ന ഉത്സവത്തിൻ്റെ വലിയ വിളക്കാണ് ആറാട്ടുപുഴ പൂരം. ആറാട്ടുപുഴ പൂരത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രം വരെ നേരത്തെ നട അടയ്ക്കും. വടക്കുനാഥ ക്ഷേത്രം, കൂടൽമാണിക്യം, ശുചീന്ദ്രം തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം അന്ന് നേരത്തെ നട അടയ്ക്കുന്നു. അവിടുത്തെ ദേവന്മാരെല്ലാം ഇവിടെ എത്തുമെന്നാണ് ഐതിഹ്യം. ആറാട്ടുപുഴ പൂരത്തിന് 8 ചടങ്ങുകളാണുള്ളത്. ആദ്യത്തേത് കൊടിയേറ്റം. കൊടിയേറുന്നത് മീനമാസത്തിലെ മകേരം നാളിലാണ്. നാട്ടുകാർ മുറിച്ചു കൊണ്ടുവരുന്ന കവുങ്ങു ചെത്തി മിനുക്കിക്കൊണ്ട് കൊടിമരം തീർക്കുന്നു. ഒന്നിടവിട്ട് ആലിലകളും മാവിലകളും ചാർത്തി ആഘോഷപൂർവ്വം ഉയർത്തുന്നു. തുടർന്ന് ക്ഷേത്രം ഊരാളന്മാർ ദർഭപ്പുല്ല് കൊടിമരത്തിൽ ബന്ധിപ്പിക്കുന്നതും ചടങ്ങാണ്. രണ്ടാമത്തതാണ് തറയ്ക്കൽ പൂരം. പൂരത്തലേന്ന് മകംനാളിൽ നടത്തപ്പെടുന്ന പൂരമാണ് തറയ്ക്കൽ പൂരം. അന്നേ ദിവസം സന്ധ്യയ്ക്ക് ചടങ്ങുകൾക്ക് ശേഷം 9 ആനകളുടെ അകമ്പടിയോടെ ശാസ്താവ് ചെമ്പടമേളവുമായി എഴുന്നള്ളുന്നു. 150-ൽ പരം കലാകാരന്മാരുടെ അണിനിരക്കുന്ന പാണ്ടിമേളം തറയ്ക്കൽ പൂരത്തിന് മിഴിവേകും. മൂന്നാമത്തെയാണ് ദേവസംഗമം. പൂരത്തിൻ്റെ അന്ന് രാവിലെ സൂര്യാസ്തമയത്തിന് മുൻപുള്ള ചടങ്ങുകളാണ് ദേവസംഗമം. ആ ദിവസം ഇവിടെ എല്ലാ ദേവീദേവന്മാരും വന്ന് അണിനിരക്കും എന്നാണ് വിശ്വാസം. നാലാമത്തെ കൂട്ടിയെഴുന്നള്ളിപ്പ് വരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. തൃപ്രയാർ താഴ്വർ വരുന്നത് പള്ളിയോടത്തിലാണ്. വന്ന് പടിഞ്ഞാറ് ഭാഗത്തെ കൈതവളപ്പ് എന്ന സ്ഥലത്ത് അർദ്ധരാത്രിയോടുകൂടി എത്തുകയാണ്. തൃപ്രയാർ താഴ്വർ എത്തിക്കഴിഞ്ഞാൽ ഭഗവാനെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് മറ്റു ദേവീദേവന്മാരെല്ലാം ഇരുവശത്തു നിന്നുകൊണ്ട് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് തൃപ്രയാർ തേവർ ശ്രീരാമസ്വാമിയിൽ നിന്നുള്ള അവതാരം വിട്ട് മഹാവിഷ്ണുവായിട്ടുള്ള സ്വരൂപത്തിലാണ് നിൽക്കുന്നത്. സമയത്തെ 33 ദേവന്മാരും യക്ഷകിന്നര ഗന്ധർവന്മാരും ഇവിടെ സന്നിധരാകുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ക്ഷേത്രം ചുറ്റുപാടും ദേവഭൂമിയായി മാറുകയാണ്. ഈ സമയത്തുള്ള ദർശനം സാക്ഷാൽ വൈകുണ്ഠ ദർശനം എന്നാണ് പറയുന്നത്. പൂരത്തിൻ്റെ 5-ാമത്തെ ചടങ്ങായ ആറാട്ടു നടക്കുന്നത് കരുവന്നൂർ പുഴയിലെ മന്ദാരക്കടവിലാണ്. കൂട്ടിയെഴുന്നള്ളിപ്പിൻ്റെ അർദ്ധരാത്രി മുതൽ ഈ കടവിൽ കാശി വിശ്വനാഥൻ്റെയും ഗംഗാദേവിയുടെയും സാന്നിധ്യമുണ്ടാകും എന്നാണ് വിശ്വാസം. അതുപോലെ ഈ സമയത്ത് 33 ദേവന്മാരുടെ സാന്നിധ്യവും ഉണ്ടാകും. ആദ്യം ഇവിടെ ആറാടുന്ന വിഷഹാരിണിയായ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയാണ്. ദേവി ആറാടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ വിഷത്തിൻ്റെ സാന്നിധ്യം ഒട്ടും തന്നെ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ആറാട്ട് കഴിഞ്ഞാൽ യാത്രയയപ്പാണ് 7-ാമത്തെ ചടങ്ങ്. ഉപചാരം ചൊല്ലി പിരിയലാണ് ഇത്. ഈ ദേവീദേവന്മാർ എല്ലാം അടുത്ത പൂരത്തിന് കാണാം എന്ന് പറഞ്ഞ് പിരിയുകയാണ്. ശാസ്താവിൻ്റെ സ്വന്തം ശിഷ്യനായ തൃപ്രയാർ തേവർ യാത്രയാക്കാൻ 7 ഖണ്ഡം വരെ പോകും എന്നാണ് പറയുന്നത്. 7-ാമത്തെ ചടങ്ങാണ് ഗ്രാമവലി. പിറ്റേ ദിവസം ശാസ്താക്കന്മാർ നടന്ന ഗ്രാമവലി നിർവഹിക്കുന്നു. ഇതിൻ്റെ രക്ഷയ്ക്കായാണ് ഗ്രാമവലി നിർവഹിക്കുന്നത്.
എട്ടാമത്തെ ചടങ്ങാണ് കൊടികുത്തൽ, കൊടിമരം താഴ്ത്തൽ. ഇതോടുകൂടി പൂരം അവസാനിക്കുന്നതാണ്. അട, നാളികേരമുടയ്ക്കൽ, കരിക്കഭിഷേകം എന്നിവ ദേവന് പ്രിയപ്പെട്ട വഴിപാടുകളാണ്. എന്നാൽ ശാസ്താവിന് അടയാണ് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട്. മാസത്തിൽ 15 ദിവസത്തിനകം അട വഴിപാടുകൾ ഉണ്ടാവും. ദുരിതഫലവും കാര്യസിദ്ധിയുമാണ് ഫലം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ആറാട്ടുപുഴ ക്ഷേത്രം. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ആറാട്ടുപുഴ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.